ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹ്യുണ്ടായിയുടെ വരുന്ന മിനി എസ് യു വിയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. HE1i എന്നുള്ള ഒരു മിനി എസ് യു വി ആണ് വരുന്നത്. പ്രധാനമായിട്ടും കോമ്പറ്റീഷൻ വരുന്നത് ടാറ്റയുടെ പഞ്ചുമായിട്ടാണ്. പഞ്ചിനിപ്പോൾ ഇലക്ട്രിക് നമ്മൾ സെയിൽ നോക്കുകയാണെങ്കിൽ വിൻസർ ഇവിയും പഞ്ചും, അതായത് 3296 കഴിഞ്ഞ മാസത്തെ പഞ്ചിന്റെ സെയില്. 3225, അതായത് ഒരു 50 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ വിൻസർ ഇവിയും പഞ്ചുമായിട്ട്. നമ്മുടെ ടാറ്റയാണ് ഇപ്പോൾ ഇലക്ട്രിക്കിന്റെ ഒരു സെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 40% സെയിൽ ടാറ്റയാണ്, 20% സെയിൽ മാത്രമാണ് MG വരുന്നത്. അപ്പം അതിനകത്ത് ഏറെയും തന്നെ വിൻസർ ഇവിയാണ്. അപ്പം ഈ ഒരു വാഹനം ഹ്യുണ്ടായിയുടെ ഈ ഒരു മിനി SUV അടുത്ത ദീപാവലി, അതായത് ഒരു നവംബർ മാസത്തോടെ, നവംബർ 2026 ഇന്ത്യയിൽ ഇറങ്ങാനാണ് സാധ്യത. അപ്പം പഞ്ചുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുപോലെ തന്നെ നെക്സോണിന്റെ ലോവർ വേരിയന്റുമായിട്ടും അതിനകത്തൊരു ക്ലാഷ് വരുന്നുണ്ട്. ഇത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഹ്യുണ്ടായിയുടെ ക്രെറ്റ ആണ് ഇലക്ട്രിക് ഇപ്പോൾ ഹ്യുണ്ടായിക്ക് ഉള്ളത്. അപ്പോൾ ക്രെറ്റയുടെ ഒക്കെ താഴെയായിട്ട് കോമ്പറ്റീഷൻ വരുന്നു പഞ്ചും സിട്രോൺ EC3, അതുപോലെ നെക്സോണിന്റെ ലോവർ വേരിയന്റ്. ഞാൻ പറഞ്ഞ പോലെ EVയുടെ ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനം ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ഒരു SUV, ഒരു EV SUV എന്ന് പറയാം. തമിഴ്നാട്ടിലുള്ള ഹ്യുണ്ടായിയുടെ ഫെസിലിറ്റിയാണ് ഈ വാഹനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത നവംബറോട് കൂടി വരും. 3-4 മാസം ടൈമേ ഉള്ളൂ. ഒരു ബോക്സി വാഹനമാണ്. എനിക്ക് തോന്നുന്നു കിയ സൈറോസിന്റെ ഒക്കെ ആ രൂപമായിട്ടൊരു സാമ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബോക്സിയാണ്, തിക്ക് ബോഡി ക്ലാഡിംഗ് ഉള്ള ഒരു വാഹനമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും. റൂഫ് റെയിൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 17 ഇഞ്ചിന്റെ അലോയ് വീൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, അങ്ങനെയുള്ള മികച്ച എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ കൂടിയാണ് ഈ വാഹനം വരുന്നത്. 42-49 kWh ബാറ്ററി ഉണ്ടാവും. അതായത് ഏകദേശം കമ്പനി 355 കിലോമീറ്ററോളം പറയുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു റിയൽ ലൈഫിൽ 300-320 റിയൽ ലൈഫിൽ ആ ഒരു വാഹനത്തിന്റെ റേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം വില വരുന്നത് 12 മുതൽ 20 ലക്ഷത്തോളം ഓൺ റോഡ് പ്രൈസിലാണ് വരുന്നത്. കാരണം പഞ്ചുമായിട്ട് ഒരു ഏകദേശം സാമ്യമുള്ള ഒരു വില വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നെക്സോണിന്റെ ലോവർ വേരിയന്റുമായിട്ടുള്ള ഒരു വില വരാനുള്ള സാധ്യതയുണ്ട്. HE1i എന്നാണ് ഈ ഒരു വാഹനത്തിന്റെ പേര്. ഈ വാഹനം നിരത്തിലിറങ്ങിയാൽ EV വാഹനം മേടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മുതൽക്കൂട്ടാകാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. അതുപോലെ മാരുതിയുടെ ഇലക്ട്രിക് വാഹനം പഞ്ചിന് എതിരാളി വരുന്നുണ്ട്. ഇപ്പൊ പഞ്ച് ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളുടെ ഒരു ടോപ്പ് 3യിൽ തന്നെ വരുന്ന ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ വാഹന കമ്പനികളും ഈ പഞ്ചിന് ഒരു റിവൽ ആയിട്ടുള്ള വാഹനങ്ങളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഓൾറെഡി SUVയിലേക്കാണ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു SUV എന്നുള്ള നിലയിൽ, ഒരു ചെറിയ SUV എന്നുള്ള നിലയിൽ ചെറിയ റോഡിലൂടെ ഒക്കെ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു SUV എന്ന നിലയിൽ 5 പേർക്ക് വിശാലമായിട്ടിരിക്കാനും അത്യാവശ്യം ബൂട്ട് സ്പേസും ഒക്കെയുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള SUV ആണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കൂടുതലും ആവശ്യമുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു SUV ആയിട്ട് നമുക്ക് ഇതിനെ കരുതാം. അത്യാവശ്യം സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ 4 സ്റ്റാർ എങ്കിലും കിട്ടുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഇനി ഇറക്കിയാൽ മാത്രമേ ഇന്ത്യക്കാർ മേടിക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു EV സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വിത്താരൊക്കെ ഒരു മാസം 2000 വെച്ചൊക്കെ പോകുന്നുണ്ട്. വൻസറും അതുപോലെ പഞ്ചും 1-2 പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ വാഹന പ്രേമികൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.